പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഈ വ്യാഴാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനമായി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവദിന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 16-ാം അധ്യായം 26-ാമത്തെ വാക്യം നാം വായിച്ചതുപോലെ, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം പെട്ടെന്നാണ്. അതിനകത്തൊരു ഡിലേ ഇല്ല. ഇന്ന് പകലിൽ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനത്തെ കുലുക്കിയ ഒരു ദൈവ സാന്നിധ്യം, അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളെയും തുറന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ നിന്റെ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി പിശാച് പണിതുവെച്ച സകല മേഖലകളെയും ഉടച്ചു കളയുന്നൊരു ദൈവശക്തി നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നിന്റെ ആരാധനയുടെ മുമ്പിൽ അത് തുറക്കപ്പെടുകയാണ്. കാണിക്കുന്ന ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുക. വ്യക്തികൾ മാത്രമല്ല, ബന്ധിച്ചത് ചില വ്യക്തികളെയാ, പക്ഷെ വിടുവിക്കപ്പെടുന്നത് കുടുംബങ്ങളാ. ഒരാമയം പറയാമോ? റബ ശഖന ഹതുരി കടകൾ കമാനകസിയ. കുടുംബമായി ചില വിടുതലുകളെ ദൈവം അയക്കാൻ പോവുക. കൃപയുള്ള അഭിഷേകമുള്ള നിന്നെ ബന്ധിച്ചു അല്ലേ? പക്ഷെ നിന്റെ ബന്ധനം അനേകരുടെ വിടുതലിന് കാരണമായി മാറാൻ പോവുക. നിന്റെ മേൽ കിടക്കുന്ന ചങ്ങലകൾ അത് അനേകരുടെ വിടുതലിന് കാരണമായി മാറാൻ പോവുക. ആ ചങ്ങലകൾ പൊട്ടും, ആ ബന്ധനം അഴിയും, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. ഇവിടെ കാണുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. എപ്പോൾ? ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ, പൗലോസിന്റെ മേൽ, സീലാസിന്റെ മേൽ ആ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു എന്ന് വ്യക്തമായിട്ട് ആത്മാവ് പറയുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് വ്യക്തികളെ, കുഞ്ഞുങ്ങൾ മുതൽ മാതാപിതാക്കന്മാർ വരെ ബന്ധിച്ച ചില പൈശാചിക സ്വാധീനങ്ങൾ കുടുംബമായി അഴിയുന്നു. നിന്റെ പ്രാർത്ഥന ചെറുതല്ല, നിന്റെ ഉപവാസം ചെറുതല്ല, നിന്റെ ആരാധന ചെറുതല്ല, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം അത് ചെറുതല്ല. ആയിരങ്ങളെ വിടുവിച്ചെടുക്കുന്ന, 10,000 വിടുവിച്ചെടുക്കുന്ന ശക്തമേറിയ അഭിഷേകത്തിന്റെ ഒരു വ്യക്തമാണ് നീ. ക്ഷീണിച്ചു പോകല്ലേ, ബലഹീനപ്പെട്ടു പോകല്ലേ. ദൈവപ്രവൃത്തി നീ കാണാൻ പോവാ. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ തന്ന വചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ ആലോചനകൾ ഞങ്ങൾ സ്വീകരിച്ച് സ്തോത്രം ചെയ്യുന്നു. ആമേൻ പറയുന്നു. കർത്താവ്, ഈ വോയിസ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ മേൽ വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, ചങ്ങല കഴിയട്ടെ,
അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങൾ ആദ്യം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.